സൗന്ദര്യ. ഒരു കാലത്ത് തെന്നിന്ത്യൻ സൂപ്പർ നായികയായിരുന്ന സൗന്ദര്യയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതേണ്ട ആവശ്യമില്ലല്ലോ. സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ ചില വിവാദങ്ങളും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും എല്ലാം പുറത്തു വന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അതിന്റെ സത്യാവസ്ഥയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. തെലുങ്ക് സിനിമ കണ്ടേ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായിരുന്നു സൗന്ദര്യ. മലയാളത്തിൽ രണ്ടേ സിനിമകളിൽ മാത്രമേ അവർ അഭിനയിച്ചിട്ടുള്ളൂ. കിളിച്ചുണ്ട മാമ്പഴവും പിന്നെ യാത്രക്കാരുടെ ശ്രദ്ധിക്കും. അത് തന്നെ ധാരാളമായിരുന്നു. രണ്ടേ സിനിമകൾ കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ സൗന്ദര്യ ചിരപ്രതിഷ്ഠ നടത്തിയിരുന്നു. അങ്ങനെ ഇരിക്കാണ്ട് 2024 ഏപ്രിൽ 17 തന്റെ 32ാമത്തെ വയസ്സിൽ ഒരു വിമാന അപകടത്തിൽപ്പെട്ട് സൗന്ദര്യ മരണപ്പെടുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിലേക്ക് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി യാത്ര പോവുകയായിരുന്നു സൗന്ദര്യ. അഗ്നി ഏവിയേഷൻ സെസ്ന 180 എന്ന് പറയുന്ന വിമാനത്തിൽ സൗന്ദര്യയുടെ സഹോദരൻ ഉൾപ്പെടെ 4 പേരാണ് ഉണ്ടായത്. വിമാനം പറത്തിയിരുന്നത് 28-കാരനായിട്ടുള്ള മലയാളി പൈലറ്റ് ജോയ് ഫിലിപ്പ് ആയിരുന്നു. ഈ പേരൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇദ്ദേഹത്തെ കുറിച്ചും ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ ബാംഗ്ലൂർ ജക്കൂർ എയർഫീൽഡിൽ നിന്നും ഉയർന്നു പൊങ്ങിയ വിമാനം 150 അടിയോളം പറന്നു ഉയർന്ന ശേഷം തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 4 പേരും മരണപ്പെടുകയായിരുന്നു. സ്വാഭാവികമായ പ്ലെയിൻ ക്രാഷ് എന്ന രീതിയിൽ ഇത്രയും കാലം കരുതി പോന്നിരുന്ന ഈ സംഭവത്തെ കുറിച്ചാണ് ഞെട്ടിക്കുന്ന ചില ആരോപണങ്ങൾ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. സൗന്ദര്യയുടേത് കേവലം ഒരു വിമാന അപകടത്തിൽ സംഭവിച്ച മരണമല്ല, അതൊരു ആസൂത്രിത കൊലപാതകമായിരുന്നു എന്നുള്ളതാണ് ആന്ധ്രയിലെ പൊതുപ്രവർത്തകനായ ചിട്ടിമല്ലു എന്നാൾ അവകാശപ്പെടുന്നത്. തെലുങ്ക് നടനായിട്ടുള്ള മോഹൻ ബാബുവിനെതിരെയാണ് ചിട്ടിമല്ലു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സൗന്ദര്യയുടെ മരണത്തിന് പിന്നിൽ മോഹൻ ബാബു ആണ് എന്നാണ് ഇയാൾ പറയുന്നത്. പറയുക മാത്രമല്ല, മോഹൻ ബാബുവിനെതിരെ പരാതിയും നൽകി കഴിഞ്ഞു. സൗന്ദര്യയുടെയും സഹോദരന്റെയും പേരിൽ ആന്ധ്രയിലെ ജൽപ്പള്ളി എന്ന സ്ഥലത്ത് 6 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ മോഹൻ ബാബുവിന് ഒരു കണ്ണുണ്ടായിരുന്നു. ഇയാൾ സൗന്ദര്യയും സഹോദരനെയും സമീപിച്ചുകൊണ്ട് ആ ഭൂമി തനിക്ക് വിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നാൽ സൗന്ദര്യ ഇതിന് തയ്യാറായില്ല. അതിന് പ്രതികാരമായിട്ടാണത്രേ മോഹൻ ബാബു സൗന്ദര്യയെ കൊലപ്പെടുത്തിയത്. സൗന്ദര്യ മരിച്ച ശേഷം മോഹൻ ബാബു ഈ 6 ഏക്കർ ഭൂമി ബലമായി എഴുതി വാങ്ങുകയായിരുന്നു എന്നാണ് ചിട്ടിമല്ല അവകാശപ്പെടുന്നത്. നിലവിലെ ഈ ഭൂമിയെ ചൊല്ലി മോഹൻ ബാബുവും അദ്ദേഹത്തിന് ഇളയ മകനായിട്ടുള്ള മഞ്ജു മനോജും തമ്മിൽ നിയമ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ പേരിൽ അച്ഛനും മകനും തമ്മിൽ വാക്ക് തർക്കവും കയ്യാങ്കളിയും വരെ നടന്നത് വാർത്തയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി ചിട്ടിമല്ലു രംഗത്ത് വരുന്നത്. ഭൂമിക്ക് വേണ്ടി മോഹൻ ബാബു സൗന്ദര്യയെ കൊന്നൊന്നും പറഞ്ഞതല്ലാതെ ഇയാളുടെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ കൊടുത്ത പരാതിക്ക് മേൽ കേസെടുക്കുമെന്നുള്ളത് സംശയമാണ്. മാത്രവുമല്ല, സൗന്ദര്യയുടെ ഭർത്താവും ചിട്ടിമല്ലുവിന്റെ ഈ ആരോപണത്തെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. എന്തൊക്കെയാണ് സംഭവം നിലവിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ആരോപണത്തിന് പിന്നാലെ തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ സൗന്ദര്യയുടെ മരണത്തെ ചൊല്ലി വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിമാന അപകടത്തിൽ ഒരു പുനരന്വേഷണം നടത്തണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. സൗന്ദര്യയെ കുറിച്ചുള്ള ചർച്ചകൾ അവിടെ നിൽക്കട്ടെ. അവര് പ്രശസ്ത ആയതുകൊണ്ട് തന്നെ അതിനന്നും ഇന്നും എന്നും ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ സൗന്ദര്യയുടെ മരണ വാർത്തക്കിടയിൽപ്പെട്ട് ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു മലയാളി പൈലറ്റ് ഉണ്ട്. പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ജോയ് ഫിലിപ്പ്. 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും മകൻ മരിച്ചതിന്റെ ദുഃഖം പേറി ജീവിക്കുന്ന ഒരു പാവം അച്ഛനും അമ്മയും ഉണ്ട്. ഈ ഒരു അവസരത്തിൽ അവരെ കുറിച്ചും കൂടി സംസാരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഈ അപകടം സംഭവിച്ചിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും തന്റെ മകന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ജോയ് ഫിലിപ്പിന്റെ അപ്പനും അമ്മയും പറയുന്നത്. പൈലറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ് അപകടത്തിന് കാരണം എന്നായിരുന്നു അന്ന് വിമാന കമ്പനി ആരോപിച്ചിരുന്നത്. എന്നാൽ 1/2 നൂറ്റാണ്ടോളം പഴക്കമുള്ള ആളെ കയറ്റാൻ അനുമതിയില്ലാത്ത, ഇൻഷുറൻസ് പോലും ഇല്ലാത്തൊരു വിമാനം, വേണ്ടത്ര പ്രിക്കോഷൻസ് പോലും എടുക്കാതെ, ഒരു സഹ പൈലറ്റ് പോലും ഇല്ലാതെ റൺവേയിൽ ഇറക്കിയ വിമാന കമ്പനിയാണ് അപകടത്തിന് ഉത്തരവാദികൾ എന്നാണ് ജോയ് ഫിലിപ്പിന്റെ അപ്പനും അമ്മയും ആരോപിക്കുന്നത്. എന്നാൽ വിമാന കമ്പനി ആയിട്ടുള്ള അഗ്നി എയറോഗ്രാഫിനെതിരെ പോരാടി നിൽക്കുക എന്നുള്ളത് ഈ അപ്പനെയും അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമേറിയ ഒരു കാര്യമാണ്. പൈലറ്റിന്റെ വീഴ്ചയാണ് അപകട കാരണം എന്ന് വന്നതോടെ ജോയുടെ കുടുംബത്തിന് ഇൻഷുറൻസ് തുകയും നഷ്ടപരിഹാരം ലഭിക്കാനുള്ള മാർഗവും അടഞ്ഞു പോവുകയായിരുന്നു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി വലിയ പ്രതീക്ഷയോടെയാണ് ജോയുടെ മാതാപിതാക്കൾ അവനെ പൈലറ്റാക്കി മാറ്റിയത്. എന്നാൽ പറന്നു വരുന്നതിന് മുമ്പ് തന്നെ അവന്റെ ചിറകുകൾ അഗ്നിക്കിരയാക്കി. മകൻ മരിച്ച വാർത്ത കേട്ട് അന്ന് തളർന്നു വീണതാണ് ജോയുടെ അമ്മച്ചി. ഇന്നും ആ തളർച്ചയിൽ നിന്നും അവർക്ക് മുക്തി ലഭിച്ചിട്ടില്ല. ഒരു മാറാരോഗിയായി ശിഷ്ടകാലം ജീവിച്ചു കൂട്ടുന്നു. മകന് നീതി ലഭിക്കാനായി ഒരുപാട് കാലം നിയമ പോരാട്ടം നടത്തിയ ആളാണ് ജോയുടെ അപ്പൻ. എന്നാൽ കേസ് നടത്തിയിരുന്ന വക്കീലടക്കം തന്നെ ചതിച്ചു എന്നാണ് അപ്പം പറയുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലെറ്റ്സ് ടോക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഈ ജോയുടെ അപ്പനും അമ്മയും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കെന്തായാലും അതിന് ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. ബാംഗ്ലൂർ വെച്ച് ഒരു അഡ്വക്കേറ്റ്, നമ്മുടെ ഒരു ബന്ധുവിന്, നമ്മുടെ ഒരു പരിചയക്കാരനോട് ഇരുന്ന ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഈ അഡ്വക്കേറ്റ് അവിടെ ഉണ്ട്. അഡ്വക്കേറ്റ് ലൂയിസ് എന്ന് പറയുന്നത്. ഇവര് കർണാടക സ്റ്റേറ്റിലെ ധാർവാഡ് കോടതിയില് ഒരു അഡ്വക്കേറ്റ്. അപ്പൊ ഈ സ്ത്രീ എന്നെ അപ്പച്ച നീ സത്യമില്ലാത്തോട് വിളിച്ചു. ഞാൻ ഓർത്ത് അത് നേരായിട്ടുള്ള വിളിയായിരിക്കും. ഞാൻ എന്തോ ചെയ്തു, നമ്മുടെ കേസ് അവരെ ഏൽപ്പിച്ചു. ഈ അഡ്വക്കേറ്റിനെ, ഒരു ലൂയിസ് എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റിനെ ഞാൻ പരിചയപ്പെട്ട് അവരെ ഈ കേസ് ഏൽപ്പിച്ചു. ധാർവാഡിലാണ് ഇത് ചെയ്തത്, ഈ കേസ് ഫയൽ ചെയ്ത്. പക്ഷെ ഈ കമ്പനിയുടെ ഓണർ ക്യാപ്റ്റൻ അരവിന്ദ് ശർമ്മയുടെ സ്വാധീനം കൊണ്ട് അതോ ബാംഗ്ലൂർ വരുത്തി. ഒടുവിൽ നമുക്ക് ആകെ ടോട്ടൽ 4 ലക്ഷം രൂപ വർക്ക്മെൻ കോമ്പൻസേഷൻ പറഞ്ഞു. വർക്ക്മാൻ കോമ്പൻസേഷൻ. അതിന് 2 ലക്ഷം രൂപ അഡ്വക്കേറ്റിന് കൊടുത്ത് 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടി. അത്രയേ ഉള്ളൂ. ആ അഡ്വക്കേറ്റ് പല പേപ്പറിൽ എന്റെ കയ്യിൽ നിന്ന്
ഒപ്പ് വാങ്ങിച്ചിട്ട് ഓ. ഞാൻ അറിയാതെ തന്നെ അങ്ങ് കേസ് implement ചെയ്തു. കോംപ്രമൈസ് ആക്കിയെന്ന് Compromise ആക്കി. അങ്ങനെ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് ഉടമസ്ഥനായ ക്യാപ്റ്റൻ അരവിന്ദ് ശർമ്മയും ജോയുടെ ഭാഗം വാദിക്കാനായി താൻ കൊണ്ടുവന്ന ലൂയിസ് വക്കീലും ഒത്തു കളിക്കുകയായിരുന്നു എന്നുള്ളതാണ് ജോയുടെ അപ്പൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അല്ലെ, പല ബ്ലാങ്ക് പേപ്പറുകളിലും വക്കീൽ ഇദ്ദേഹത്തെ ഒപ്പിടിച്ചിരുന്നത്ര. താൻ പോലും അറിയാതെ കേസ് ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നെന്നുള്ളതാണ് അപ്പം പറയുന്നത്. വെറും 4 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി കോടതി വിധിച്ചത്. അതിൽ 2 ലക്ഷം രൂപയും വക്കീൽ തന്നെ അടിച്ചെടുത്തു. ജോയുടെ കുടുംബത്തിന് ആകെ കിട്ടിയത് 2 ലക്ഷം മാത്രമാണ്. വർഷങ്ങളോളമായി ഇദ്ദേഹം നടത്തിയ നിയമ പോരാട്ടങ്ങൾ, ഇതിനു വേണ്ടി നടത്തിയ യാത്രകൾ, അതിന് മാത്രമായി ഇദ്ദേഹത്തിന് 2-3 ലക്ഷം രൂപ ചെലവ് വന്നിരുന്നു. ആ തുക പോലും നഷ്ടപരിഹാരമായി ഇദ്ദേഹത്തിന് ലഭിച്ചില്ല. മകന് കാരണമാണ് വിമാനാപകടം ഉണ്ടായത് എന്ന വിമാന കമ്പനിയുടെ ആരോപണം മൂലമുള്ള ദുഃഖം ഒരു വശത്ത്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മറ്റൊരു വശത്ത്. അതിനിടയ്ക്ക് അറിയിച്ച നീതി കൂടി നിഷേധിക്കപ്പെട്ടതോടെ ആകെ തകർന്നു പോയിരിക്കുകയാണ് പട്ടാളക്കാരനായിട്ടുള്ള അദ്ദേഹം. ബാക്കി കേട്ടോക്കാം. കൂട്ടുകാർ വിളിച്ചു ചോദിച്ചു, മമ്മി എന്നെ എല്ലാരും മമ്മി ജോയിപ്പിൽ പങ്ക് വന്നോ, റിനു വന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല മോനെ, അവൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നല്ലോ, വന്നില്ല, വരുമെങ്കിൽ എന്നോട് പറയുമായിരുന്നല്ലോ. ഞാൻ ഇല്ല മമ്മി, അവരിവിടുന്ന് പോയി. ഇങ്ങനെ പറയുന്ന മക്കളെ, അവരിവിടുന്ന് പോയി. അവരിവിടുന്ന് പിന്നെ ഒടുവില് ഞങ്ങൾ പോകുന്ന ചർച്ചിലെ ഒരു പാസ്റ്ററും ഒരു അച്ചാച്ചനും കൂടെ വന്നു. പാസ്റ്റർ പറഞ്ഞു, എടാ നീ TV ഓൺ ആക്കണം. TV ഓൺ ആക്കുക. അപ്പൊ ഇവർ രണ്ടുപേരും എന്നെ പിടിച്ചോണ്ട് ഈ TV അന്ന് അവിടെ മൂലക്ക് ഇരിക്കുക, ആ റൂമിന്റെ വാതിക്ക് ഇരിക്കുക. അപ്പൊ ഇവർ രണ്ടും എന്നെ 2 സൈഡിൽ ഇങ്ങനെ അട്ട പിടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. എന്റെ കുഞ്ഞ് വന്നു എന്ന് ചോദിച്ചെന്നുള്ള അറിഞ്ഞത് എന്നെ പിടിച്ച ഇവൻ കുഞ്ഞ് ആ സെറ്റിയിൽ ഇരുന്നു കൊണ്ട് TV ഓണാക്ക്. ജോയിപ്പിലിപ്പോ മാവേലിക്കര ചെറുക്കര 28 വയസ്സ് പ്ലെയിൻ ആക്സിഡന്റ് വരച്ചു. എനിക്ക് അത്ര ഞാൻ കേട്ടില്ല. അപ്പോഴത്തേക്ക് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് തലയടിച്ച് താഴെ വീണു. ആ ഭിത്തിക്കോട്ട് തലയിടിച്ചിട്ടും പറഞ്ഞു. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. മകൻ മരിച്ച് 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ മകനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ അമ്മയുടെ കണ്ണ് നിറയുകയാണ്, തൊണ്ട ഇടറുകയാണ്. നമുക്കൊക്കെ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് അവരനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത്. മകന്റെ ഒരു ഫോട്ടോ പോലും ആ അമ്മയുടെ മുറിയിൽ വെച്ചിട്ടില്ല. കാരണം മകന്റെ ഫോട്ടോ കാണുന്നത് പോലും ആ അമ്മക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് നൽകുന്നത്. അന്ന് സത്യത്തിൽ ജോയി ആയിരുന്നില്ല വിമാനം പറത്തേണ്ടിയിരുന്നത്, മറ്റൊരു പൈലറ്റ് ആയിരുന്നു. എന്നാൽ അയാൾക്ക് എന്താ അസൗകര്യം ഉണ്ടായത് മൂലം ജോയിക്ക് പോകേണ്ടി വരികയായിരുന്നു. വിധി എന്നാൽ അതെന്താണ് പറയുക, അല്ലേ? അതോ ഇനി ചെട്ടിമല്ല ആരോപിക്കുന്ന പോലെ എന്തോ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ? ആളെ കയറ്റാൻ പാടില്ലാത്ത വിമാനത്തിലാണ് അന്ന് സൗന്ദര്യം സഞ്ചരിച്ചത് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ വഴിക്കും കേസ് അന്വേഷണം നടത്തേണ്ടത് തന്നെയല്ലേ എന്നൊരു ചോദ്യം കൂടി ബാക്കി കിടപ്പുണ്ട്. എന്തായാലും അപ്പച്ചനും അമ്മച്ചിക്കും പറയുന്നത് ബാക്കി കൊണ്ട് കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ചെറുപ്പത്തിലെ എങ്ങനെയായിരുന്നു വിമാന പൈലറ്റ് ആവണം തന്നെയായിരുന്നു ആഗ്രഹം? അതോ ഒരിക്കലും ഞാൻ ഗൾഫിലായിരുന്നല്ലോ, അവന് ഗൾഫിൽ വരാൻ നേരം എങ്ങാണ്ട് കോക്പിറ്റിൽ എങ്ങാണ്ട് ഒന്ന് വെച്ച് കയറാൻ ചാൻസ് കിട്ടി. ചെറിയ പ്രായമായിരുന്നു, ഒന്ന് കണ്ടോട്ടെ. അപ്പൊ അത് കണ്ടപ്പം പുള്ളിക്ക് ആഗ്രഹം. അങ്ങനെ പോയി. എന്തിനാ മക്കളെ, ഇപ്പം 20 വർഷം കഴിഞ്ഞു ഇത്രയായി, നമുക്ക് നീതി കിട്ടിയിട്ടില്ല. അതാണ് അപ്പച്ച ഞാൻ അടുത്ത് പറയണ്ടായോ മോനെ? നീതി എവിടായാലും ഒരു നീതിയില്ല. അപ്പച്ചന് ഇത് വേറെ കേരളത്തിലെ ഇപ്പൊ കേന്ദ്രത്തില് അങ്ങനെയൊന്നും പിന്നെ സമീപിച്ചില്ല ഇങ്ങനെ? മോനെ ഈ കേസ് ഒത്തുതീർപ്പ് കഴിഞ്ഞ് അതിനെ പലർക്കും ആപ്ലിക്കേഷൻ ഒക്കെ അയച്ചൊന്നും നമുക്കൊന്നും അവരാരും അതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ചെന്നിത്തല അവിടെ അടുക്ക നമ്മളും അവിടെ പോയത്, അവരുടെ അടുക്കം അവിടെ പോയി. അങ്ങനെ അവരോടൊക്കെ നമ്മൾ സഹകരിക്കുകയും പിന്നെ നമുക്ക് റിലേഷനുള്ള ഒരു പയ്യൻ പാർട്ടിയിലുണ്ട്, അവരുമായിട്ട് ഓരോരുത്തരുടെ അടുക്ക പോവുകയും ഇടപെടുകയും ചെയ്തു. പിന്നെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇനി എന്തിനാ നമ്മൾ പോലെ. അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ. മകന് നീതി ലഭിക്കാൻ വേണ്ടി ഒരുപാട് കാലം അവർ നടന്നു, പക്ഷെ നിരാശയായിരുന്നു ഫലം. പക്ഷെ ഇപ്പൊ അവർക്ക് മടുത്തു. ഈ വയസ്സാം കാലത്ത് രോഗങ്ങളൊക്കെ ആയി കഷ്ടപ്പെടുന്ന സമയത്ത് ഇനിയൊരു പോരാട്ടത്തിന് ഇറങ്ങാൻ അവർക്ക് വയ്യ. എന്തായാലും ഏതെങ്കിലും മനുഷ്യാവകാശ കമ്മീഷനോ മറ്റോ തങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരിപ്പോഴും കഴിയുന്നത്. മോഹൻ ബാബുവിനെതിരെയുള്ള ഈ ആരോപണത്തിന്റെ ഭാഗമായി സൗന്ദര്യയുടെ മരണത്തിൽ ഒരു പുനരന്വേഷണം നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ വിമാനത്തിന് ഉടമസ്ഥനായിട്ടുള്ള അരവിന്ദ് ശർമ്മക്കെതിരെയും അദ്ദേഹത്തിന്റെ എയർക്രാഫ്റ്റിനെതിരെയും അന്വേഷണം വരുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അങ്ങനെ ഒരു പുനരന്വേഷണം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മാത്രം. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.